ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷാനാസ് റെസിപ്പീസ്. അപ്പം എന്തെല്ലാന്ന് എല്ലാവർക്കും സുഖമല്ലേ? നമുക്കും സുഖമായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് റെസിപ്പീസിൻ്റെ വീഡിയോസുമായിട്ടല്ല, നമ്മുടെ ഒരു മോർണിംഗ് ക്ലീനിങ്ങുമായിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പം പറയുന്നത് പോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് വരാം. സാധാരണയുള്ള എൻ്റെ ഒരു ക്ലീനിങ് വിശേഷങ്ങളാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. ഡീപ്പ് ക്ലീനിങ് ഒന്നുമല്ല, എപ്പോഴത്തെയും പോലെയുള്ളൊരു സാധാ ഒരു ക്ലീനിങ് ആണ്. ഇപ്പോൾ ടേബിളും എല്ലാം മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും ഒന്നും രണ്ടും ദിവസത്തെ കാര്യങ്ങളൊന്നുമല്ല, നമ്മളെപ്പോഴും സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ ഞാൻ എങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു ദിവസം ക്ലീൻ ചെയ്തുന്നതും എൻ്റെ മോർണിംഗ് റൂട്ടീൻസ് എന്തൊക്കെയാണെന്നാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ശ്രമിക്കുന്നത്. എനിക്കൊരു സ്വഭാവമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കൗണ്ടർ ടോപ്പും പാത്രങ്ങളും ഒക്കെ കഴുകി വെച്ച് തുടച്ച് കഴിഞ്ഞാൽ, വൃത്തിയാക്കി കഴിഞ്ഞാലൊക്കെ ഇടയ്ക്കിടയ്ക്കേ വന്ന് ഞാനിങ്ങനെ അതിൻ്റെ ആ ഒരു പുഞ്ച് നോക്കിക്കൊണ്ടിരിക്കും. അതായത് അത് മൊത്തത്തിൽ ഭംഗിയായിട്ടുണ്ടോ, ക്ലീൻ ആയിട്ടുണ്ടോ, അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. അപ്പം എനിക്കിങ്ങനെ വൃത്തിയാക്കി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്, എല്ലാം മൊത്തത്തിൽ തുടച്ചിട്ടൊക്കെ വെക്കുന്നത്. അപ്പോൾ അത് എനിക്കും കൂടി കാണാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ പാത്രങ്ങളെല്ലാം കഴുകി വെക്കലാണ്. മൊത്തം പണിയൊന്നും ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ആഡാക്കിയിട്ടൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് ക്ലിപ്പിങ്സ് മാത്രം ഞാൻ അങ്ങനെ ആഡാക്കിയതാണ്. അങ്ങനെ എല്ലാ പാത്രങ്ങളും മൊത്തം അടുക്കി പൊറുക്കിയിട്ട് ഞാൻ കഴുകിയിട്ട് വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ അത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇത് നല്ലൊരു യൂസ്ഫുള്ളാണ്. പാത്രങ്ങളൊക്കെ ഒന്ന് വെള്ളമൊക്കെ പോയിട്ട് ഉണങ്ങി കിട്ടുന്നുണ്ട്. എന്നിട്ട് പാത്രങ്ങളൊക്കെ ഉണങ്ങിയതിന് ശേഷം അതത് സ്ഥലത്ത് വെക്കലാണ്. അങ്ങനെ ആ ഭാഗം കൂടി ഒന്ന് ക്ലീനാക്കി എടുക്കലാണ്. ഞാനിങ്ങനെയുള്ളൊരു മൈക്രോ ഫൈബർ ക്ലോത്താണ് കൗണ്ടർ ടോപ്പൊക്കെ തുടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറ്. നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണിത്, വേഗം ക്ലീനായി കിട്ടുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ എല്ലാ പാത്രങ്ങളും കഴുകി കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചിട്ട് അടിച്ചു വാരലാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാമെന്ന്. അപ്പോൾ ഇന്ന് കൽമാസാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയ്ക്ക് വരുന്നത് വരേക്കും ബൈ.